Audu bidinganahi minalutapi rajim. Bismil dinganahi rahmani rahim. Yuval Noah Harari said once, when 1,000 people believe some made-up story for a month, that is a fake news. But when 1 billion people believe it for 1,000 years, it's a religion, and we are admonished not to call it fake news in order not to hurt the feelings of the faithful. Sadaka Dinga. മറ്റൊന്ന് ഇനി അവിടെ എനിക്ക് പറയാനുള്ളത്, ഭയകൂട്ടി എത്ര വലിയ തെറ്റാണ്, ഒരു മതത്തോട് അന്ധമായ വിരോധം. എന്നെ ഈ ഒരു ട്യൂണിലേക്ക് ഒരുപക്ഷെ ഇറക്കിയത്, ഞാൻ ഈ സദസ്സിനോട് മൊത്തം ക്ഷമാപണം നടത്തുകയാണ്. ഒരു മതത്തിന്റെ വിശ്വാസത്തെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. പ്രസംഗത്തിന് തുടക്കത്തിൽ തന്നെ ഒരു മതത്തിന്റെ കോഡ്സ്, ഇന്ത്യൻ ഭരണഘടനയുടെ ദേശീയ ഗാനം പാകിസ്ഥാൻ തെറ്റായി ചൊല്ലിയാൽ അതിന്റെ ആധുനികതാ മൂല്യവും ജനാധിപത്യ മൂല്യവും എന്താ? പ്രശ്നമല്ലേ? അപ്പൊ ഞാനതിലൊരിക്കലും പ്രൊവോക്കഡ് ആവുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതൊരു തെറ്റായ സമീപനമാണെന്ന് പറയാതെ എനിക്ക് നിർവാഹമില്ല. ഈ പറയുന്ന ടെമ്പറൽ ലോബ് എപ്പിലെപ്സി, അതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാം നമ്മൾ ഒറ്റ വാക്കിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അന്ന് നല്ല മരുന്നുകൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, ന്യൂറോ സൈക്കാട്രി എന്ന് പറയുന്ന ഫീൽഡ് ഡെവലപ്ഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പ്രവാചകന്മാരുണ്ടാവില്ലായിരുന്നു, ഇതുപോലെയുള്ള മതങ്ങൾ ഉണ്ടാവില്ലായിരുന്നു, ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരില്ല, ഇതുപോലെ സംവാദം പോലും നടത്തേണ്ടി വരില്ലായിരുന്നു. മറ്റൊന്ന്, മാനവ ചരിത്രത്തിൽ മതം കേന്ദ്രസ്ഥാനത്ത് വരാത്തൊരു യുഗം പോലുമില്ല. ലോകത്ത് 90% ആളുകൾക്കും ഹിസ്റ്റീരിയയും 10% ആളുകൾക്ക് മനോരോഗമില്ലായ്മയും എന്നൊരു കമന്റ് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ MA ചെയ്തിട്ടുണ്ട്. ടോൾസ്റ്റോയിയുടെ ഒരു സംഭവമാണ്. വിറ്റ് എന്നതിൻ്റെ ഒരു വിശദീകരണത്തിൽ ടോൾസ്റ്റോയിയുടെ ഒരു കമന്റ് ഉദാഹരിക്കാറുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്തിനെ ആസ്പദിച്ചൊരു ഡ്രാമ അവിടെ നടന്നപ്പോൾ ഒരു അസൂയാലു മാത്രം കൈയടിച്ചില്ല, ബാക്കി എല്ലാവരും കൈയടിച്ചു. ആ അസൂയാലുവെ നോക്കി പറഞ്ഞു, എനിക്കും നിനക്കും മാത്രമേ ബുദ്ധിയുള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ഇവിടെയുള്ള ആ ഒരു സൂപ്പർ ഈഗോ ഡില്യൂഷൻ, താൻ പോരിമ വിഭ്രാന്തി.